കെ.പി.സി.സി പുതിയ നേതൃത്വത്തിന് പിന്തുണയുമായി നേതാക്കൾ. കെ.പി.സി.സിയിലും ഡി.സി.സിയിലും കൂടുതൽ അഴിച്ചുപണി ഉണ്ടാകുമെന്ന കോൺഗ്രസ് ദേശീയ നേതൃത്വം. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, കെ.പി.സി.സി പുതിയ നേതൃത്വത്തിന് പിന്തുണയുമായാണ് നേതാക്കൾ എത്തിയിരിക്കുന്നത്. ഡി.സി.സിയിലും കെ.പി.സി.സിയിലും കൂടുതൽ അഴിച്ചുപണി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്നലെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു കെ.പി.സി.സിയിലെ ഒരു അധ്യക്ഷനുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വത്തിന് മറം നീക്കിക്കൊണ്ട് സണ്ണി ജോസഫിനെ കെ.പി.സി.സി പ്രസിഡന്റായി തീരുമാനിക്കുന്നത്. എന്തായാലും തൊട്ടു പിന്നാലെ തന്നെ ഇനി കെ.പി.സി.സിയിലും ഒപ്പം ഡി.സി.സിയിലും ഒക്കെ തന്നെ വലിയ തരത്തിലുള്ള അഴിച്ചുപണിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും കേരള ഘടകത്തെ കുറിച്ച് വലിയ പ്രതീക്ഷയാണ് എ.ഐ.സി.സി നേതൃത്വത്തിനുള്ളത്. വരാൻ പോകുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ കെ.പി.സി.സി നേതൃത്വത്തിൽ വലിയൊരു ടീമിനെ തന്നെ മുന്നോട്ട് കൊണ്ടുവരണം എന്നാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായിട്ട് വാർഡ് തലം മുതൽ ജില്ലാ ഘടകങ്ങൾ വരെയുള്ള ഒരു അഴിച്ചുപണിയെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഒരു അഴിച്ചുപണി ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഡി.സി.സി നേതൃത്വം, അതായത് 11 ഡി.സി.സികളിലും ഇത്തരത്തിൽ ഒരു അഴിച്ചുപണി ഉണ്ടാകും എന്ന് വ്യക്തമാകുന്നു. മാത്രവുമല്ല 11 ഡി.സി.സികളിലെ പ്രസിഡന്റുമാരെ മാറ്റുന്നതിനൊപ്പം ഡി.സി.സി ഭാരവാഹികളിലും മാറ്റമുണ്ടാകും. ആ 11 ഡി.സി.സികളുടെ പേരുകൾ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് ഇന്നലെ എ.ഐ.സി.സി നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ നിന്നും വലിയ പ്രതീക്ഷയുണ്ട്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ഉണ്ടാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ, പ്രത്യേകിച്ചും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയം അതുതന്നെയാണ് ഇപ്പോൾ കെ.പി.സി.സി ലക്ഷ്യമിടുന്നത്. അതിന് ഉപരിയായി മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, വരാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ സീറ്റാണ്. പി.വി. അൻവറാണ് അവിടെ ജയിച്ചതെങ്കിൽ പോലും എൽ ഡി എഫിന്റെ സീറ്റാണ്. ആ സീറ്റ് പിടിച്ചെടുത്തുകൊണ്ട് കേരളത്തിൽ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ എ.ഐ.സി.സിക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പല പേരുകളും കെ.പി.സി.സി അധ്യക്ഷ പദവിയിലേക്ക് വന്നിരുന്നെങ്കിൽ പോലും ചില പ്രത്യേക ചർച്ചകളിലൂടെ, കഴിഞ്ഞ ദിവസം കെ.സി. വേണുഗോപാൽ പറഞ്ഞത് 2 ദിവസം മുമ്പാണ് ആരെ കെ.പി.സി.സി അധ്യക്ഷനാക്കണം എന്നുള്ള കാര്യത്തിൽ ചർച്ച നടന്നത്. അത്തരത്തിൽ ഒരു ചർച്ചയിലൂടെയാണ് സണ്ണി ജോസഫ് എം.എൽ.എയുടെ പേരിലേക്ക് അവസാനം എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള പിന്തുണ കേരളത്തിൽ നിന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഡി.സി.സി, കെ.പി.സി.സി, ഐ.ഐ.സി.സി ഭാരവാഹികൾക്കുണ്ട്. ഒപ്പം ഡി.സി.സിയുടെ പിന്തുണയും ലഭിക്കും എന്നുള്ള പ്രതീക്ഷയും അവർക്കുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ശരി ബിനോയ്, കെ.പി.സി.സി പുതിയ നേതൃത്വത്തിന് പിന്തുണയുമായി നേതാക്കൾ. കെ.പി.സി.സിയിലും ഡി.സി.സിയിലും കൂടുതൽ അഴിച്ചുപണി ഉണ്ടാകുമെന്ന കോൺഗ്രസ് ദേശീയ നേതൃത്വം.